Hi, good evening friends. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ, കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്സും. നിഫ്റ്റി ക്ലോസിംഗ് 14,942, 119 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 49,502-ൽ 295 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 33,142-ൽ 237 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്. Previous closing was 14,823 and ഇന്നത്തെ ഓപ്പണിംഗ് 14,928. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 14,966. ഡേ ലോ വാസ് 14,892 ആൻഡ് 119 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,942-ലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നിഫ്റ്റിയിൽ നല്ല മൂവ്മെൻറ്റ് കാണാൻ കഴിഞ്ഞ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ലാർസൺ, HDFC, ICICI ബാങ്ക്, IOC, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകൾ. അതേസമയം ഡ്രാഗ് ചെയ്യിപ്പിച്ചത് ഇൻഫോസിസ്, റിലയൻസ്, ശ്രീ സിമൻറ്റ്, ബ്രിട്ടാനിയ, അൾട്രാടെക്, മെനിമോർ. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളതൊരു ബുള്ളിഷ് കാൻഡിലാണ്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 32,904. ടുഡേസ് ഓപ്പണിംഗ് 33,175. ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 33,297. ഡേ ലോ വാസ് 33,028. 237 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 33,142-ലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ശരിക്കും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ കൊട്ടക് മഹീന്ദ്ര, ICICI ബാങ്ക്, SBI, HDFC, ഇൻഡസ് ബാങ്ക്, അങ്ങനെ ഒത്തിരി. ആൻഡ് ഡ്രാഗ് ചെയ്യിപ്പിച്ചത് IDFC, PNB, ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് കാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ പ്രധാന റാലിക്ക് കാരണം സെക്ടോറിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ, മെറ്റൽസ് ആൻഡ് ഫാർമ, ഇവരുടെ ഒരു റാലി തന്നെയായിരുന്നു ഇന്ന് മെയിനായിട്ട് മാർക്കറ്റിനെ പുള്ളപ്പ് ചെയ്യിപ്പിച്ചത്. ആൻഡ് ടു ബി പ്രിസൈസ്, ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ഡോജി കൈൻഡ് ഓഫ് പാറ്റേൺ ആണ്. ഓക്കെ. ആൻഡ് Indiavix ഫെൽ ബൈ ടുഡേ 2.86%, അതായത് 20.82 ലെവലിൽ നിന്ന് 20.22 ലെവൽസിലേക്ക്. ടെക്നിക്കൽ വ്യൂ പ്രകാരം നാളത്തെ നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് സപ്പോർട്ട് സ്റ്റിൽ 14,920-ലാണ്. സെക്കൻഡ് ഈസ് 14,860-ലും. ഡെഫിനറ്റ്ലി 15,000-ആണ് ഫസ്റ്റ് മേജർ ഹഡിലായിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, അതായത് റെസിസ്റ്റൻസ്. അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ ഒരു ഗ്യാപ്പോടുകൂടി അത് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് വിൽ ബി 15,040, സെക്കൻഡ് വിൽ ബി 15,100. ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഫസ്റ്റ് 33,330 ആൻഡ് സെക്കൻഡ് ഈസ് 33,500. ആൻഡ് മോർ ഓവർ 33,000-ന് മുകളിലായിട്ട് എന്തായാലും ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തിരിക്കണം. ആൻഡ് ഫസ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 32,750-ലും, സെക്കൻഡ് ഈസ് 32,500 ലെവൽസിലുമാണ്. ഓപ്ഷൻ ഡാറ്റയിൽ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് മാക്സിമം 14,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500-ലും. ആൻഡ് കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 15,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,500 സ്ട്രൈക്കിലുമാകുന്നു. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 15,700-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,400-ലും. അതേസമയം പുട്ട് റേറ്റിംഗ് 14,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500 സ്ട്രൈക്കിലുമാകുന്നു. ഓപ്ഷൻ ഡാറ്റ പ്രകാരം ഒരു ഇൻഡിക്കേഷൻ ഒരു ട്രേഡിംഗ് റേഞ്ച് 14,800 to 15,100 ലെവൽസ് ആകുന്നു. ആൻഡ് ഇന്ന് ഫ്രണ്ട്സ് പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞ മെയിൻ സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ BHEL, NMDC, ടൊറൻറ്റ് പവർ, കോൾ ഇന്ത്യ, UPL, ടാറ്റ പവർ, നാൽക്കോ, മദർസൺ സുമി, ഹിൻഡാൽക്കോ, ടൊറൻറ്റ് ഫാർമ, ഗ്ലെൻ ഫാർമ, ടാറ്റ മോട്ടോഴ്സ്, വേദാന്ത, LNT, അരബിന്ദോ ഫാർമ, ടാറ്റ സ്റ്റീൽ, സൺ ഫാർമ, ഗെയിൽ, NTPC, ഡിവിസ് ലാബ്, BPCL, അങ്ങനെ ഒത്തിരി സ്റ്റോക്സ്. ഓക്കെ. അതേസമയം വീക്ക്നെസ് കാണാൻ കഴിഞ്ഞത് മെയിനായിട്ട് PNP, ഡാബർ, ബ്രിട്ടാനിയ, റാംകോ സിമൻസ്, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, എക്സിട്ര. ആൻഡ് FIISDIISDATA. FIISൻ്റെ ഭാഗത്ത് നിന്ന് 583 crores-ൻ്റെ ഒരു ബൈങ്ങാണ് നടന്നിട്ടുള്ളത്. അതേസമയം DISൻ്റെ ഭാഗത്ത് നിന്ന് നെറ്റ് സെൽ ഓഫും 476 crores-ൻ്റെ. ഫ്രണ്ട്സ്, അഗെയിൻ മാർക്കറ്റ് ഒരു ഇൻഡിസിസീവ് മോഡിലാണ്. അൺടിൽ നമ്മൾ ഒരു 15,140-ക്ക് മുകളിൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഇൻ ഒരു ബബിൾ സോൺ, ഓവർബോട്ട് ഓർ വാട്ട് യു കോൾ ഒരു നോ ട്രേഡിങ് ഏരിയയിലാണ് ശരിക്കും നിൽക്കുന്നത്. എനിവേ ഗ്യാപ്പ് അപ്പ് ഡെയിലി ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അതിനുശേഷം മാർക്കറ്റ് പോസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു മൂവ്മെൻറ്റ് കാണുന്നില്ല മാർക്കറ്റിൽ. സോ ബട്ട് എവറി ഡേ വി ആർ ഗെറ്റിംഗ് ഗ്യാപ്പ് അപ്പ്.
ലെറ്റ്സ് സീ, നാളെ ഒരു പക്ഷേ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഫാർമ സൈഡിൽ യു ക്യാൻ ഗോ ഫോർ സിപ്ല. അതേസമയം മെറ്റൽ സൈഡിൽ ടാറ്റ സ്റ്റീൽ, റിലയൻസ്, HDFC, ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്. ഇതെല്ലാം ഫ്രണ്ട്സ് ഇൻഡെക്സിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കേണ്ട സ്റ്റോക്സുകളാണ്. ഓക്കെ, ബന്ധൻ ബാങ്ക്, ഓക്കെ, അതുപോലെ റിലയൻസ് യു ക്യാൻ മേ ബി ഓക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പോൾ ഷോർട്ടിനുള്ളതും. ഓക്കെ, സോ കെയർഫുൾ. അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് കയറാണ്ട് ഒരു ചെറിയൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം ഓക്കെ ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ഫ്രണ്ട്സ്, ഇതൊരു ക്വിക്ക് റിവ്യൂ ആണ്, ബട്ട് മാക്സിമം ഉൾപ്പെടുത്താൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൾ മൈ പേഴ്സണൽ വ്യൂ. മൈ വ്യൂ മൈ ഗെറ്റ് റോങ്. Don't follow it just blindly. Consult a financial advisor before you enter the market or trade. And don't forget to subscribe my channel, hit the like button, share it. Money in the ting ting. Happy trading. Take care. Good night.